ന്യൂസിലേക്ക് സ്വാഗതം. ശശി തരൂർ എംപിയുടെ പല നീക്കങ്ങളും വൻ വിവാദങ്ങളാണ് സൃഷ്ടിച്ചത്. ബിജെപിയെയും പ്രധാനമന്ത്രിയെയും പുകഴ്ത്തിയതിന് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്നും വലിയ രീതിയിലുള്ള വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു തരൂരിന്. ഇതിനെതിരെയും തരൂരിനെതിരെയും വിമർശനവുമായി പല നേതാക്കളാണ് രംഗത്ത് വന്നത്. എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് ദേശീയ നേതൃത്വവും അതോടൊപ്പം തന്നെ കേരളത്തിലെ UDFും കോൺഗ്രസും ഒന്ന് കണ്ണുരുട്ടിയതോടെ അടങ്ങിയെന്ന് കരുതിയ ശശി തരൂർ വീണ്ടും വിവാദവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനെ വാഴ്ത്തിപ്പാടിക്കൊണ്ട് വീണ്ടും തരൂർ രംഗത്ത് വരുമ്പോൾ കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറികളാണ് ഉണ്ടാകുന്നത്. കോൺഗ്രസുകാർ തങ്ങളുടെ എതിരാളിയായി കണക്കാക്കപ്പെടുന്ന BJPയെ പുകഴ്ത്തിപ്പാടുന്ന തരൂർ ആ പല്ലവി വീണ്ടും ആവർത്തിക്കുകയാണ്. അത്തരത്തിലൊരു ലേഖനത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് കടുത്ത അതിർത്തി തന്നെ രേഖപ്പെടുത്തുകയുണ്ടായി. കാരണം തരൂർ എടുക്കുന്ന നിലപാടുകൾ കേന്ദ്ര സർക്കാരിന് എതിരായിട്ട് കോൺഗ്രസ് നയിക്കുന്ന പോരാട്ടത്തിന്റെ മുന ഒടിക്കുന്നതാണെന്നും ഹൈക്കമാൻഡ് ശക്തമായ രീതിയിൽ വിലയിരുത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ നടത്തി സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല എന്നും അതിനാൽ തന്നെ പരസ്യ പ്രതികരണങ്ങളിലേക്ക് കടക്കേണ്ടതില്ല എന്നും നിർദ്ദേശവുമായി ഹൈക്കമാൻഡ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ അടുത്തായി ദി വീക്ക് എന്ന മാഗസിനിൽ എഴുതിയ ലേഖനത്തിലായിരുന്നു കേന്ദ്രത്തെ പുകഴ്ത്തുന്ന തരൂരിന്റെ പരാമർശം പ്രസിദ്ധീകരിച്ചത്. കോവിഡ് കാലത്തെ വാക്സിൻ കയറ്റുമതിയിലൂടെ ഇന്ത്യയിലെ ആഗോള പ്രതിച്ഛായ ഉയർന്നു എന്നാണ് തരൂർ അതിൽ അഭിപ്രായപ്പെട്ടത്. കോവിഡ് കാലഭീതികളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതാണ് ഇന്ത്യയുടെ അന്നത്തെ വാക്സിൻ നയതന്ത്രമെന്നും ഉത്തരവാദിത്വത്തിലും അതോടൊപ്പം തന്നെ ഐക്യദാർഢ്യത്തിലും വേരൂന്നി അന്താരാഷ്ട്ര നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള ഉദാഹരണമായിരുന്നു അതെന്നും തരൂർ ആ ലേഖനത്തിൽ കുറിക്കുകയായിരുന്നു. 100-ലധികം രാജ്യങ്ങൾക്ക് വാക്സിനുകൾ നൽകുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നടപ്പാക്കിയ സംരംഭമാണ് വാക്സിൻ മൈത്രി. ഇതിനെ ആ ലേഖനത്തിലൂടെ പുകഴ്ത്തുകയായിരുന്നു യഥാർത്ഥത്തിൽ തരൂർ ചെയ്തത്. അത് മാത്രമല്ല യുക്രൈനും റഷ്യക്കും ഒരുപോലെ സ്വീകാര്യനായ വ്യക്തിയാണ് നരേന്ദ്രമോദി എന്നും ലോക സമാധാനം സ്ഥാപിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കാൻ ഇന്ത്യക്ക് സാധിക്കുമെന്നും തരൂർ നേരത്തെ പറഞ്ഞത് വലിയ വിവാദമായിരുന്നു. ഇതോടെ തരൂരിനെ AICC ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ 14 വർഷമായി ഈ സമിതിയിൽ അംഗമായിരുന്നുവെന്നും മോദിയെ പുകഴ്ത്തിപ്പാടുന്ന ഒരു നേതാവിന് ഈ സമിതിയിൽ നിൽക്കാൻ സാധിക്കില്ല എന്നുമാണ് കോൺഗ്രസ് പറയുന്നത്. ഏപ്രിൽ 8-9 തീയതികളിൽ അഹമ്മദാബാദിൽ AICC സമ്മേളനം നടക്കാനിരിക്കെയാണ് ഈ നടപടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ തരൂർ കോൺഗ്രസിനെതിരെ ഒരു തുറന്ന യുദ്ധം തന്നെയാണ് പ്രഖ്യാപിക്കുന്നത്. വിശ്വപൗരൻ എന്ന വിശേഷണത്തോടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് അവതരിച്ച ഒരു നേതാവാണ് ശശി തരൂർ. അതുകൊണ്ട് തന്നെ 4 പ്രാവശ്യമാണ് തിരുവനന്തപുരത്ത് നിന്നും തരൂർ തിരഞ്ഞെടുക്കപ്പെട്ടത്. മൻമോഹൻ സിംഗിന്റെ കാലത്ത് കേന്ദ്രമന്ത്രി വരെ ആയിരുന്നു ശശി തരൂർ. ഇതിന്റെ ഭാഗമായി പല BJP നേതാക്കളുമായി ഒപ്പമുള്ള ഫോട്ടോകൾ സമൂഹ മാധ്യമങ്ങളിൽ പുറത്തുവിടുകയും ശശി തരൂർ കോൺഗ്രസിന് യഥാർത്ഥത്തിൽ ഇതോടെ ഞെട്ടിക്കുകയുമായിരുന്നു. ഈ കഴിഞ്ഞ ദിവസമായിരുന്നു തരൂരിനൊപ്പം വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ചിത്രം BJP MP പൈജൽജയ് പാണ്ഡെ പങ്കുവച്ചത്. തരൂരിന്റെ BJP ചായ്വ് വിശദമാക്കുന്നതായിരുന്നു ഇത്. ഇതോടെ കോൺഗ്രസ് തരൂരിനെതിരെ കർശനമായ നിലപാടുകളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്.